സഞ്ജു റെജി കെ ജോസഫ് എന്നൊരു പ്രേക്ഷകൻ ഇങ്ങനെ പറയുന്നത്, ഇന്ത്യ തോൽക്കും, സഞ്ജു 21 ഔട്ട്. എന്തുവാണ് റെജി കെ ജോസഫ് അങ്ങനെയൊക്കെ പറയാമോ? നമ്മുടെ ടീമാണ്, നമ്മുടെ മുത്താണ് സഞ്ജു. ഇപ്പൊ സഞ്ജു മികച്ച ഫോമിലേക്ക് ഉയർന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇന്ത്യ കപ്പടിക്കണം, അതാണ് നമ്മുടെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ. ഒരിക്കൽ കൂടി നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. അവിടെ നിന്നും അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, വീണ്ടും നമുക്കറിയേണ്ടത് അവിടുത്തെ ആവേശം തന്നെയാണ്. ആ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ തന്നെ നമുക്കിവിടെ ഒരു ത്രില്ലുണ്ട്. കാരണം അത്രമാത്രം ഒരു നീലക്കടൽ അതിങ്ങനെ ഒഴുകി ആ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറുന്ന കാഴ്ച, അത് തന്നെ ഒരു വലിയ ആവേശമാണ്. അപ്പോൾ എന്താണ് ഒരു ഫൈനൽ, നമുക്ക് ടോസ് നേടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പിച്ചിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച്, ഡ്യൂവിൻ്റെ ഒക്കെ ഒരു ഫാക്ടർ അനുസരിച്ച് എന്തായിരിക്കും ടീം ഇന്ത്യ തീരുമാനിക്കുക? ടോസ് വിൻ ചെയ്താൽ ബാറ്റിംഗ് ആയിരിക്കുമോ ആദ്യം? അങ്ങനെ തന്നെയാണ് പ്രജിൻ. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കൂടുതൽ ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന കാഴ്ച തന്നെയാണ് പൊതുവിൽ നമ്മൾ കണ്ടത്. ഈ ലോകകപ്പിലും അതിന് തന്നെയാണ് മുൻതൂക്കം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ഈ പിച്ചിൻ്റെ സ്വഭാവം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ, ഇല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും വന്നത് നല്ല റണ്ണൊഴുക്കുന്ന പിച്ച് തന്നെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂറേറ്റർ എന്നുള്ളത് തന്നെയാണ്. വാങ്കഡയിലേതിന് സമാനമായി ഒരുപക്ഷെ 200-ന് മുകളിലുള്ള സ്കോർ പിറക്കുന്ന പിച്ച് തന്നെയായിരിക്കും. ബ്ലാക്ക് സോയിലും റെഡ് സോയിലും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉഗ്രൻ പിച്ച്. ബ്ലാക്ക് സോയിൽ വലിയ രീതിയിൽ ഹാർഡ് ഈറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. കാരണം ഇവർക്ക് സ്റ്റേഡിയത്തിനകത്തേക്ക് സർ ആജ് ഇന്ത്യ ജീതേഗി. Yes, 100% India will win. History, we will repeat the history, we will defeat the history. Who will be the top scorer of the Abhishek Pandya. Abhishek Sharma. Shivam Dubey is man of the match. संजू सैमसन के बतावे. हेलो संजू भाई के बारे 100. Bumrah 4 wicket. ആണ് നമ്മുടെ സഞ്ജു സെഞ്ചുറി അടിക്കുമെന്നും ഒപ്പം തന്നെ ബുംറ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നൊക്കെ തന്നെ ധാരാളം പേര്. ഇന്ന് വുമൻസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് വുമൻസ് ഡേക്ക്, ഇന്ന് വുമൻസ് ഡേ ആണ്. നമ്മൾ സമീപകാലത്താണ് നമ്മുടെ ഇന്ത്യൻ വനിതാ ടീം ഏകദിന കിരീടം നേടിയത്. അപ്പോൾ അവരുടെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വന്നത്. ഹായ് സർ, what are the chances of India today? Oh, we are going to win 100% because it is an example created by our females. Today's Women's Day. So again, we have boys have a lot of challenges, and yes, we are going to win. Sir, in 2023, in the same stadium, India lost to Australia. That was a men's day, but India, this is a women's day. Will the curse will eliminate? See, this is not today is our game. Forget the history. Since last 1 year we have a lot of cricket created a lot of the challenges, but we faced and we crossed the limits. And as you have seen, women's cricket ने जो अभी हमको करके दिया है, और वो boys के लिए हमारे challenges है, and we are going to win today. Yes sir. Who will score more runs? Yes, approx 200 plus runs from India. By Indian side, Indians will definitely will. Yes sir, आपका We will repeat history today and defeat history again. Yes, yes. കൗതുകമുള്ള കാഴ്ചയാണ്. ഇന്ന് വനിതാ ദിനമാണ്. 2023 ഇന്ത്യ ഫൈനൽ ഇവിടെ തോൽക്കുമ്പോൾ അന്ന് മെൻസ് ഡേ ആയിരുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ വനിതാ ദിനത്തിലേക്ക് വരുമ്പോൾ അതിനൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് ആരാധകർ വലിയ പ്രതീക്ഷ. സർ, ഇന്ത്യ ജീതേഗി. जीतेगी इंडिया, क्यों नहीं? हाँ, बिल्कुल. इंडिया हाँ, अरे ना 100% जीतेगा भाई, 100% जीतेगा. പറഞ്ഞ പോലെയാണ്. എല്ലാ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. 2023 ആവർത്തിക്കില്ല. പുതുചരിത്രം ഇവിടെ പിറക്കും. ഇന്ത്യ ചാമ്പ്യന്മാരാകും. കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമാകും. ഇന്ത്യയെ തവണ ഒരു തരത്തിലും പേടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ കൂടി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ ഫ്രണ്ടിലെ കാഴ്ചകളോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതാ ഒരു നീലക്കടൽ അങ്ങ് ഒഴുകി സ്റ്റേഡിയത്തിനകത്തേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ്. അത്ര കണ്ട ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ അത് കാണും, നേരത്തെ പറഞ്ഞ പോലെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്പിരിറ്റാണ് ഇവിടെ. എല്ലാവരും ഒറ്റൊരു സ്വരം മാത്രമാണ്, ഇന്ത്യ വിൽ വിൻ, ഇന്ത്യ ജയിക്കും എന്ന ഒരേ ഒരു മന്ത്രം മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഇനി പ്രതികരണങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പിന്നീട് അടുത്ത ഘട്ടത്തിൽ വരാം. ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ്, ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് ഓരോരുത്തരും വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.